ഇന്ന് രണ്ട് വിശേഷമുണ്ട്. ഒന്ന് ജോഹാൻ്റെ ബർത്ത്ഡേ ആണ്. അങ്ങനെ ഞങ്ങൾ കോതമംഗലത്തുള്ള മാർത്തോമ ചെറിയ പള്ളിയിലെത്തി. ഈ അടുത്ത് കെട്ടി ചട്ടിയിലാവാൻ പോണ ഒരു കുട്ടിയാണ്. ഞാൻ പറഞ്ഞായിരുന്നു, മാക്സിമം ഞാൻ പറഞ്ഞായിരുന്നു, ഞാൻ പെട്ടതാണ്, ഇനി പെടരുത്. വല്ലാത്ത ചെയ്ത്തായിപ്പോയി. ഈ മഴയും എൻ്റെ ഹീലും ഒരു സ്ലിപ്പർ എൻ്റെ കയ്യിൽ ഇല്ലാതായിപ്പോയി. എൻ്റെ തടു പൊടിഞ്ഞ് ഈ മഴയത്ത് മനുഷ്യരോട് മഴയൊക്കെ പറഞ്ഞു അവിടെ ഒരു പച്ചപ്പ് കണ്ടപ്പോൾ അവിടെ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. എനിക്കിവിടെ സ്വിറ്റ്സർലാൻഡ് വന്ന് ഷൂട്ട് ചെയ്യണമെന്ന് മിനി സ്വിറ്റ്സർലാൻഡ്. സ്വിറ്റ്സർലാൻഡ് ഇതാണ് ഗൈസ് മിനി സ്വിറ്റ്സർലാൻഡ്. ഹായ് ഹായ്, ലൈഫ് ഓഫ് ജോൺ ആൻഡ് ധന്യയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ജൂലൈ 12 ഞങ്ങൾ കൂത്താട്ടുകുളത്താണ്. ഇന്ന് രണ്ട് വിശേഷമുണ്ട്. ഒന്ന് ജോഹാൻ്റെ ബർത്ത്ഡേ ആണ്. രണ്ടാമത്തെ വിശേഷം എന്താ? എൻ്റെ ചാച്ചയുടെ മോളുടെ മാമോദീസയാണ്. അതായത് ധന്യയുടെ ബ്രദറിൻ്റെ മോളുടെ മാമോദീസ ചടങ്ങിനാണ് ഞങ്ങൾ വന്നത്. ഞങ്ങൾ ട്രിവാൻഡ്രത്തുനിന്ന് വന്ന് ഒരുങ്ങി ധന്യ മേരി വർഗീസ് വന്നിട്ടുണ്ട്. ഞാൻ ലേറ്റ് ആയിട്ട് ഇറങ്ങിയെന്ന് കാണിക്കാനായിരിക്കും രണ്ടുപേരും കൂടെ വന്ന് ആദ്യമേ വീഡിയോയ്ക്ക് വന്നത്. അല്ല, നേരത്തെ വന്നിരുന്നെങ്കിൽ ആ വീഡിയോയിൽ ആദ്യം വന്നിരുന്നേനെ. എന്തായാലും ഞങ്ങൾ ഒരു യൂണിഫോം ഒക്കെ ഇട്ടിട്ടുണ്ട്. ഒരു മാച്ചിങ് ആയിട്ടുള്ള ഒരു ഡ്രസ്സൊക്കെ ഞങ്ങളുടെ ഡാൻസോറയുടെ തൊട്ടടുത്തുള്ള ജാനകി ഡിസൈൻ ചെയ്ത ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് ഞങ്ങൾ വന്നേക്കുന്നത്. അപ്പോൾ ഇന്നൊരു ഞങ്ങളുടെ ഒരു ഫോട്ടോഷൂട്ടൊക്കെ പ്ലാനുണ്ട്. അപ്പോൾ അതിനകത്ത് നിന്നെ ഉൾപ്പെടുത്തുമില്ല എന്നുള്ളതൊക്കെ സെക്കൻഡറി ആണ്. എന്തായാലും ഇപ്പോൾ സമയം 9 മണിയായി. ഞങ്ങൾ ഇറങ്ങാനിരുന്ന സമയം 7:45. അപ്പോൾ ഓൾറെഡി ലേറ്റായി. അപ്പോൾ ഞങ്ങൾ ഇനി പള്ളിയിലേക്ക് പോകുന്നു. അപ്പം ബാക്കി ചടങ്ങുകളുടെ കുറച്ച് ഗ്ലിംസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, വയോ. അപ്പോൾ ഞങ്ങൾ പുറപ്പെട്ടു. കോതമംഗലത്തേക്കാണ്, ഓൺ ദി വേ ആണ്. കോതമംഗലം പള്ളിയിലാണ്. അപ്പം പപ്പയുണ്ട്. എൻ്റെ പപ്പ വർഗീസ്, BP വർഗീസ്. എൻ്റെ മമ്മി റെഡി ആയിക്കൊണ്ടിരിക്കുക. മമ്മിയുടെ മുഖം ഇപ്പം കാണിക്കുന്നില്ല. മമ്മി കട്ടറുള്ള റോഡിൽ കൂടെയാണ് മമ്മി മേക്കപ്പ് ഇടുന്നത്. മമ്മി അവിടെ മേക്കപ്പ് ഇട്ടുകൊണ്ടിരിക്കുക. ബർത്ത്ഡേ ബോയിന് ഏറ്റവും ബാക്കിലായിട്ട് തള്ളി. അതിന്റെ പിണക്കത്തിലാണ്, ഒന്നും മിണ്ടണില്ല, സൈലന്റ് ആയി പോയി പെട്ടെന്ന്. ഇന്നത്തെ തിരക്കില് അവന്റെ ബർത്ത്ഡേ വിഷ് ചെയ്യാൻ ഞങ്ങൾ മോർണിംഗ് മറന്നു. പക്ഷെ ഞങ്ങൾ പിന്നെ വിഷ് ചെയ്തില്ല. അപ്പോൾ ഞങ്ങളുടെ കൂത്താട്ടുള്ള മൂവാറ്റുപുഴ റോഡ് വണ്ടിവേ പോവാണ്. നല്ല രസമാണ് കേട്ടോ. എനിക്കെപ്പോഴും ഇവിടെ ഡ്രൈവ് ചെയ്യാനൊക്കെ ഇഷ്ടമാണ്. കാരണം ഞങ്ങളിങ്ങനെ ശീലമുള്ളതുകൊണ്ടായിരിക്കാം. കുറച്ച് പേടാണ് അത് അവിടുത്തെ കയറും. അതെ. അപ്പൊ ഇങ്ങനെ അടുത്ത നോക്ക് ഭയങ്കര കേർവ്സ് ആണ് കേട്ടോ. ഇവിടെ വീതി കൂട്ടി ഇത്രയൊക്കെ ആക്കി. ബട്ട് കുറച്ച് ഡേഞ്ചറസ് കൂടിയാണ്. പക്ഷെ ഭയങ്കര രസമാണ്. നല്ല റോഡാണ് കേട്ടോ. നല്ല പച്ചപ്പും. ഇത് കൂത്താട്ടുള്ള മൂവാറ്റുപുഴ റോഡാണ്. ഇനി കോതമംഗലം ഭാഗത്തേക്ക് പോകുമ്പോൾ നല്ല രസമായിരിക്കും. അത് ഞാൻ വീഡിയോയിൽ കാണിക്കാം. യെസ് കേട്ടോ. ഇത് ഞങ്ങള് എൻ്റെ കുട്ടിക്കാലം തൊട്ട് ഈ പള്ളി, ഇവിടെ ഒത്തിരി മൂവീസിൻ്റെ ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു പള്ളിയാണ് കേട്ടോ. മഴയായതുകൊണ്ട് ഇവിടെ ചെറിയൊരു വാട്ടർഫോളൊക്കെ എല്ലാം ഉണ്ട്. നല്ല രസമുള്ള ഒരു പള്ളിയാണ്. ഒത്തിരി മൂവീസ് ഷൂട്ട് ചെയ്തിട്ടുള്ളൊരു. അങ്ങനെ ഇത് 3 റൂട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അമ്മേ, അങ്ങനെ ഞങ്ങൾ കോതമംഗലത്തുള്ള മാർത്തോമ ചെറിയ പള്ളിയിലെത്തി. ഇവിടെ വെച്ചാണ് മാമോദീസ. അപ്പോൾ കൊച്ചിൻ്റെ അപ്പൻ ഇപ്പോൾ അവിടെ ഇറങ്ങി. പിന്നെ ധന്യയുടെ അച്ഛൻ, അങ്ങനെയുള്ള ടീമുകളെല്ലാം എത്തിയിട്ടുണ്ട്. കൊച്ചിൻ്റെ അപ്പനെ കാണിക്കാം. ഇതാണ് കൊച്ചിൻ്റെ അപ്പൻ, അതായത് ജോഹാൻ്റെ സ്വന്തം ചാച്ച. നമ്മുടെ വ്ളോഗ് ധന്യയുടെ ബ്രദറാണ്. ഒരു ഹായ് പറയാളിയാ, എൻ്റെ ഒരേ ഒരു അളിയൻ. ഇതാണ് ധന്യയുടെ അപ്പച്ചൻ. അങ്ങനെ ഹോൾ ടീം മാമോദിസയ്ക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് പൊന്നൂര് ഹായ് പറ. ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലെ ഒരു എപ്പിസോഡ്. ഞങ്ങൾ ബാച്ചിലേഴ്സാ. കൊച്ചിൻ്റെ അപ്പനാണ് അവൻ. ഇനി അടുത്ത് കുഞ്ഞുണിയുടെ കല്യാണമാണ് ഞങ്ങളുടെ പരിപാടി. അത് ഇവിടെ പറയേണ്ട കാര്യം എന്താണെന്നല്ലേ, ഞങ്ങളുടെ യൂട്യൂബ് വ്ളോഗാട്ടോ. കല്യാണ പരിപാടി, മധുരം വെപ്പ്, എൻഗേജ്മെന്റ്, അങ്ങനെയുള്ള
അതെ, ഡാൻസോറയും ടീമും എല്ലാം കുഞ്ഞുണ്ണിയുടെ കല്യാണത്തിന് വരാനായിട്ടുള്ള പരിപാടിയാണ്. ആ ടീം അല്ല, നീ എന്നാലും ഒന്നുകൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്തോ. ഈ അടുത്ത് കെട്ടി ചട്ടിയിലാവാൻ പോണ ഒരു കുട്ടിയാണ്. ഞാൻ പറഞ്ഞായിരുന്നു, മാക്സിമം ഞാൻ പറഞ്ഞായിരുന്നു, ഞാൻ പെട്ടതാണ്, ഇനി പെടരുത്. ഇപ്പഴാ കത്തിയല്ലേ, കുഴപ്പമില്ല, നിന്ന് ആളെ നിർത്തി ആളെ ഒരുക്കുക എന്നൊക്കെ പറയും. ഇത് എന്നെ കൊണ്ട് വീഡിയോ എടുപ്പിച്ചിട്ട് എൻ്റെ അടുത്ത് എനിക്കിട്ട് തന്നെ പണിയായിരുന്നു. അതെ, എന്തായാലും ആള് പെടാൻ പോവാണ്, തീരുമാനിച്ചുറപ്പിച്ചു. ഞങ്ങൾ എല്ലാരും കൂടെ ആഘോഷമായിട്ട് അവളെ അങ്ങോട്ട് വിടുകയാണ്. ഡാൻസ് കളിച്ച് അതെ, ആഘോഷമായിട്ട്. അതെ, ഇനിയൊരു തിരിച്ചുപോക്കില്ല കുഞ്ഞുണ്ണി. തിരിച്ചുപോക്കില്ല. അവളുടെ എൻഗേജ്മെന്റ് ആണ് വരുന്ന ഒക്ടോബറിൽ, നവംബർ 1 കല്യാണം. നമ്മുടെ ഡാൻസോറ അവിടെ ഉണ്ടാവും. നമ്മുടെ ഡാൻസോറ ടീമിന്റെ പള്ളി എത്തി. ഡാൻസോറ ഞങ്ങൾ തന്നെ. ഇത് ജീവാസും ലാൽജിയും, ഇവർ രണ്ടുപേരും കൂടെ കാണുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഈ യാത്രയുടെ ഒരു കൂടെ ലക്ഷ്യം. കാരണം ഇവരാണ് മാമോദിസയുടെ ഫോട്ടോ ആൻഡ് വീഡിയോഗ്രാഫി. ഒരു ഹായ് പറഞ്ഞോ, ഞങ്ങളുടെ യൂട്യൂബ് ചാനലാണ്. ഇതിനു മുമ്പ് ഞാനും തന്നെയായിട്ടുള്ള കുറേ റീൽസൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ള ടീമാണ്. അപ്പോൾ ഞങ്ങളുടെ ഈ ഒരു മാമോദിസയുടെ കൂടെ ഈ ഒരു റീലും കൂടെ ഷൂട്ട് ചെയ്യാനായിട്ടുള്ള ഒരു പ്ലാനുണ്ട്. അപ്പം മാമോദിസ എങ്ങനെയെങ്കിലും പെട്ടെന്ന് കഴിക്കുക, നമ്മൾ റീൽ ഷൂട്ട് ചെയ്യാം അല്ലേ? അപ്പോൾ ഒരു ഹായ് പറഞ്ഞേ. നമ്മുടെ യൂട്യൂബ് ചാനലാണ്. നമ്മൾ ഇത് ലോകം മൊത്തം കാണും. 23,000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അവരെല്ലാവരും കാണും കേട്ടോ. അപ്പച്ചൻ നമ്മുടെ അടിപൊളി കമ്പനിയാണ്. നല്ല എൻ്റെ ചീട്ടുകളി ദോസ്താണ്. May this cake symbolize the sweetness of God's love and the joy. I have prayed for this in this moment. അങ്ങനെ നമ്മുടെ മാമോദിസയൊക്കെ കഴിച്ച് നല്ല ഫുഡൊക്കെ അടിച്ച് ഇനി അടുത്ത് നമ്മൾ പറഞ്ഞ നമ്മുടെ ഗൂഢ ഉദ്ദേശം, നമ്മുടെ റീൽ ഷൂട്ട്. നമ്മൾ കുറച്ച് പള്ളിയിൽ വെച്ച് ഞങ്ങൾ ഷൂട്ട് ചെയ്തു, ആരും അറിയാതെ. ഇനി അല്ലാതെ നമ്മൾ തട്ടേക്കാട് പോവാം. തട്ടേക്കാട് മിനി സ്വിറ്റ്സർലൻഡ് എന്നാണ് പറയുന്നത്. എനിക്കറിയില്ല, ഞാൻ ഫസ്റ്റ് ടൈമാണ് പോകുന്നത്. വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ട്, അടിപൊളിയാണ്. ഒത്തിരി വീഡിയോസിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഞങ്ങൾ കണ്ടേക്കാൾ കൂടുതൽ കണ്ടിട്ടുണ്ടാവും. അപ്പൊ ബാക്കി വിശേഷം തട്ടേക്കാട് പോയി കാണാം. ഞങ്ങൾ പറഞ്ഞ കിഡ്ലോസ്കി ലൊക്കേഷൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓൺ ദി വേ ആണ് കേട്ടോ. പക്ഷെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ചാട്ടമുണ്ട്. പക്ഷെ ഈ ഭംഗിയുണ്ടല്ലോ റോഡിന്റെ, ഭയങ്കര രസമാണ്. അത് ആദ്യം ഞങ്ങൾ നല്ല കുറച്ച് സീനറി ഉണ്ടായിരുന്നു, ഫോണൊക്കെ എടുത്ത് വന്നപ്പോഴത്തേനും അത് കഴിഞ്ഞു പോയി. പിന്നെ ചവിട്ടാനുള്ള മടിയുണ്ടതേ. ഫോറസ്റ്റ് ഏരിയ ആണ്, നല്ല രസമാണ്, ഭയങ്കര ബ്യൂട്ടിയാണ്. അതും ചെറിയൊരു മഴയുള്ളതുകൊണ്ട് ഈ മഴയുടെ ഒരു ഫീലും ആ ഒരു വനവും അടിപൊളി. പപ്പ ചോദിക്കണം ആനയുള്ള വനാണോന്ന്. ഞാൻ എന്താണ് പറയേണ്ടത് എന്ന മറുപടി എനിക്കറിഞ്ഞുകൂടാ. ആനയെ കണ്ട ആനയുണ്ടെന്ന് പറയാം. ഇത് അടിപൊളിയാട്ടോ, അടിപൊളി. പ്രത്യേകിച്ച് ഈ ക്ലൈമറ്റ്, നമ്മൾ ഒരു മഴക്കാലത്തൊക്കെ വരണമെങ്കിൽ ഈ ഒരു ഫീല് കിട്ടുന്നത്. ഇപ്പം നമ്മൾ പോണ സമയം 3 മണിയാണ്, ഉച്ച കഴിഞ്ഞ്. ഈ
ലോകത്തുള്ള ആളുകളെല്ലാം ഉണ്ട്. വഴി കണ്ടാൽ തോന്നുന്നു ഒരു മനുഷ്യനില്ലെന്ന്, പക്ഷെ അങ്ങ് എത്തിയപ്പോഴാണ് കണ്ടത്. ഉള്ളവരെല്ലാം ഇങ്ങോട്ടായിരുന്നു. ഇതാണ് തട്ടേക്കാട്. ഇതിൻ്റെ ഇടയിലാണ് നമ്മൾ ഷൂട്ട് ചെയ്യാൻ പോകുന്നത്. റീൽ എങ്ങനെ ഷൂട്ട് ചെയ്യുമപ്പാ? തന്നെ ഒരു 10 വട്ടം ചോദിച്ച് വരണോ എന്ന്. അവൻ റീലിന് വരുന്ന ആളാണ്. ഇവിടെ ഒരു ജാഥയ്ക്കുള്ള ആളുണ്ട്. തന്നെ ഇവിടെ ഒരു ജാഥയ്ക്കുള്ള ആളുണ്ട് കേട്ടാ. വല്ലാത്ത ചെയ്ത്തായിപ്പോയി. ഈ മഴയും എൻ്റെ ഹീലും ഒരു സ്ലിപ്പർ എൻ്റെ കയ്യിൽ ഇല്ലാതായിപ്പോയി. എൻ്റെ തടു പൊടിഞ്ഞ് ഈ മഴയത്ത് മനുഷ്യരോട് മഴയൊക്കെ പറഞ്ഞു അവിടെ ഒരു പച്ചപ്പ് കണ്ടപ്പോൾ അവിടെ ഷൂട്ട് ചെയ്യാന്ന് പറ്റില്ല. എനിക്കിവിടെ സ്വിറ്റ്സർലാൻഡ് വന്ന് ഷൂട്ട് ചെയ്യണമെന്ന് മിനി സ്വിറ്റ്സർലാൻഡ്. സ്വിറ്റ്സർലാൻഡ് പറ്റിയ പാട്ട് എന്തു വിധി ഇത്. ആ പാട്ടാണ് കറക്റ്റ് ആപ്റ്റ്. പക്ഷെ നമ്മൾ ഷൂട്ട് ചെയ്യും. ഇതാണ് ഗൈസ് മിനി സ്വിറ്റ്സർലാൻഡ്. പക്ഷെ ഞാനിപ്പോൾ മഴയിൽ തിരിഞ്ഞാണ് പിടിച്ചുകൊണ്ട് ഇങ്ങനെ ഞങ്ങളൊരു ഐലൻഡിൽ പെട്ട അവസ്ഥയായി. ഓരോരോ പോർഷനായിട്ട് തിരിച്ച് അവിടെ എല്ലാം ചുറ്റും അരുവികളാണ്. ഞങ്ങളിങ്ങനെ ചാടി ഒരു തോടൊക്കെ അരുവിയൊക്കെ ചാടി കടന്നാണ് ഞങ്ങൾ ഇങ്ങനെ എത്തിയത്. എൻ്റെ അപ്പം കൂടിയുണ്ട്. അപ്പം പറയാ നിങ്ങൾ പോയി എടുത്തിട്ട് വാ, ഞാൻ ഇവിടെ നിൽക്കാന്ന്. പപ്പ ഇപ്പോൾ കുറേയൊക്കെ പിടിച്ച് ധന്യയുടെ ഒരു മാനേജറെ പോലെയായി. എൻ്റെ ബാഗും പിടിച്ച് ഞങ്ങള് നടക്കണേ, കാരണം എനിക്ക് എൻ്റെ സ്കേർട്ട് പിടിക്കണമല്ലോ. ഞങ്ങൾ ആള് കുറവുള്ള ഒരു സ്ഥലം നോക്കി ഷൂട്ട് ചെയ്യാനായിട്ടുള്ള ഒരു പരിപാടി. ജനമില്ല കേട്ടോ, ധൈര്യമായിട്ട് പോരാ. നമ്മൾ നോർത്ത് ഇന്ത്യയിലെ ട്രിപ്പ് പോലെ ഇരിക്കും. ധന്യ എങ്ങനെയുണ്ട് സ്വിറ്റ്സർലാൻഡ്? പക്ഷെ ആക്ച്വലി സ്ഥലം നല്ലതാ. സ്ഥലം നല്ല, പക്ഷെ മഴയായിപ്പോൾ ഡ്രസ്സ് നമ്മൾ കംഫർട്ടബിൾ ആയിട്ടുള്ള വന്നേക്കണേ. നമ്മൾ ഇതിന് പറ്റിയ ഡ്രസ്സ് അല്ലായിട്ടിരിക്കുന്നത്. ഷൂട്ടിന് വന്നോണ്ട് ഇങ്ങനെ വന്നതുകൊണ്ട് ഒട്ടും എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല. ഒരുമാതിരി ഒരു അവിഞ്ഞ പരിപാടി. ഇതെല്ലാം റിസ്ക് ആണല്ലോ. പപ്പ ഇപ്പൊ കേറണ്ട പപ്പേ. ധന്യ അപ്പുറം എത്തി. ഇനി ഞാനങ്ങനെ അപ്പുറം എത്തുന്നുള്ള. ഞാനും എത്തി. ഇനിയുള്ള ചലഞ്ച് ഇതെല്ലാം നമ്മൾ തിരിച്ച് കിടക്കണം. ഒരു പാലം കടന്ന് 2 തോടും കടന്ന് വേണം ഇനി തിരിച്ച് നമ്മൾ കാറിൻ്റെ അടുത്തെത്താൻ. ആ വാ. ഞങ്ങളുടെ ഈ ഷൂട്ടിൻ്റെ ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു പാർട്ടെന്ന് പറഞ്ഞാൽ ഇത് കിടക്കുന്നതായിരുന്നു. ഈ ഒരു പാലം കടന്ന് വരിക, ധന്യ ഈ ഹീല് വിട്ട് ഇത് നടക്കുന്നത്. റാമ്പിൽ നടന്ന് ശീലമുള്ളത് കാരണം വീഴല്ലേ, രക്ഷപ്പെട്ട്. ഹായ് സുഹൃത്തുക്കളെ, അങ്ങനെ വല്ല വിധേന ഞങ്ങളുടെ റീൽ ഷൂട്ടെല്ലാം കഴിഞ്ഞു. ആദ്യം ഇവിടെ വന്നിറങ്ങിയപ്പോൾ ഞാൻ ഡൗട്ട്ഫുള്ളായിരുന്നു, കംഫർട്ടബിൾ ആവുമോ. മഴ ഉണ്ടായിരുന്നു, ഭയങ്കര ക്രൗഡ്. പക്ഷെ വന്നിറങ്ങി നമ്മൾ ഷൂട്ട് ചെയ്യാൻ തുടങ്ങി. ആക്ച്വലി ഓക്കെ ആയി. നമ്മുടെ ലാൽജിയും ജീവാസും എല്ലാം കൂടെ കംഫർട്ടബിൾ ആക്കി ഞങ്ങളിങ്ങനെ ഒരു അഡ്ജസ്റ്റ് ചെയ്ത്. ആക്ച്വലി മഴ പെയ്തു ഇടയ്ക്ക് എങ്കിലും. അപ്പോൾ ഞങ്ങൾ സ്ക്രിപ്റ്റ് മാറ്റി ഞങ്ങൾ കുട വെച്ച് ഞങ്ങൾ ഷൂട്ട് ചെയ്തു. ഇപ്പൊ സമയം 6 മണിയായി കേട്ടോ. 6 മണിക്കുള്ള ലൈറ്റ് ആണ്. അടിപൊളി വ്യൂ ആണ്. നിങ്ങൾ എപ്പോഴെങ്കിലും വരാൻ യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ ഈ സ്ഥലം തട്ടേക്കാട് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. അത് എവിടെയാണ്? ഇത് കോതമംഗലത്തിനടുത്ത്. കോതമംഗലത്ത് നിന്ന് തട്ടേക്കാട്. കോതമംഗലം തട്ടേക്കാട് ഒരു നല്ലൊരു സ്പോട്ടാണ്. നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റും ഫാമിലിയായിട്ട്. നല്ലൊരു സ്പേസാണ് അല്ല. അപ്പോൾ നമ്മൾ ചെയ്ത റീല് ഞങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ കാണുക. അപ്പം അതെ അതെ, ഈ വീഡിയോ എന്ന് വരുമെന്നൊന്നും എനിക്കറിയില്ല, സമയമെടുക്കും എഡിറ്റ് ചെയ്യാൻ. എന്തായാലും മറ്റൊരു വീഡിയോയുമായി ഞങ്ങൾ വീണ്ടും വരും. ടിൽ ദെൻ ബൈ.